വിജിലൻസിന് കോൺസുലേറ്റിൽ പോകാൻ പറ്റില്ല, വിജിലൻസിന് UAE കോൺസുലേറ്റിൽ പോയി അന്വേഷിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ 2 കേസും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ല, ഇൻട്രാ-സ്റ്റേറ്റ് റാമിഫിക്കേഷൻസ് ഉള്ള അന്തർദേശീയ തലത്തിൽ വ്യാപിച്ച് കിടക്കുന്ന കേസാണ്. ആ കേസ് കേരളത്തിലെ ഒരു ഏജൻസിക്കും അന്വേഷിക്കാൻ കഴിയില്ല. അപ്പോൾ അത് കേന്ദ്ര ഏജൻസികൾ ഈ കൂട്ടുകെട്ട് അവസാനിപ്പിച്ച് കൃത്യമായി അന്വേഷിക്കണം എന്നാണ് ഞങ്ങളുടെ നിലപാട്. വ്യത്യാസം മനസ്സിലായില്ല? നല്ല ക്ലാരിറ്റി ഉണ്ട്, നല്ല വ്യക്തതയുള്ള വ്യത്യാസമുണ്ട്. അവിടെ നടക്കുന്ന കേസും ഇവിടെ നടക്കുന്ന കേസും ഇതെല്ലാം കൂടി കൂട്ടിക്കുഴച്ചിട്ട് ഇതിൻ്റെ ചെലവിൽ, ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ചെലവിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് മുഖ്യമന്ത്രിയും കൂട്ടരും നടത്തുന്നത്. എന്തായിരുന്നു ഫേസ്ബുക്ക് പേജ്? 24 മണിക്കൂർ നിന്നല്ലോ, പിന്നെ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ രാഹുൽ ഗാന്ധി തള്ളി പറഞ്ഞു. അത് വരട്ടെ, എന്തായാലും ഈ ഒരു കോടതിയല്ലല്ലോ, ആ കോടതിക്ക് മീതെ സെഷൻസ് കോടതിയുണ്ട്, ഹൈക്കോടതിയുണ്ട്, സുപ്രീം കോടതിയുണ്ട്. അത് വിധി വരട്ടെ. ഇനിയിപ്പോൾ കേന്ദ്ര ഗവൺമെന്റിന് ധൃതി കൂട്ടി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടല്ലോ, ജീവിതകാലം മുഴുവൻ അയോഗ്യനാക്കിയാലും ഫൈറ്റ് ചെയ്യും. ജീവിതകാലം മുഴുവൻ MP MLA ഒന്നും ആകാൻ പറ്റിയില്ലെങ്കിലും ഈ കോസിന് വേണ്ടി അദ്ദേഹം ഫൈറ്റ് ചെയ്യുന്നു പറഞ്ഞു. അതാണ് ഞങ്ങളുടെ എല്ലാ ഊർജം. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഞങ്ങളുടെ എല്ലാവരുടെയും ആവേശം. MP MLA ഒന്നും ആകണ്ട, ജീവിതകാലം മുഴുവൻ ഈ ഫാസിസത്തിനെതിരായി, ഈ അഴിമതിക്കെതിരായി യുദ്ധം ചെയ്യുന്നുള്ള, പോരാട്ടം നടത്തുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ പ്രഖ്യാപനമാണ്.